നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ ഒരു രീതിയിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു 8ന്റെ പണിയാണ്. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം, ഫോളോ ചെയ്താൽ മതി. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് 0 മുതൽ 100 വരെയാണ് ഒരു ചാർജിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മൊബൈലിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 10,000 സൈക്കിളോ അല്ലെങ്കിൽ ഒരു 20,000 സൈക്കിളോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലും 100% ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു 10,000 20,000 എന്നുള്ള സൈക്കിൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയും നമ്മുടെ ബാറ്ററി ബഡ്ജ് ആവുകയും, അതായത് ബാറ്ററി ലൈഫ് കുറയുകയും ചെയ്യും. വേണ്ട ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു 20% ചാർജിന് താഴെ വരുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഒരു 90% ഒക്കെ ആകുമ്പോൾ നമ്മുടെ ചാർജർ അൺപ്ലഗ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററി ലൈഫ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പൊതുവെ ബാറ്ററി ലൈഫ് ലൈവായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഐഫോണുകളിലൊക്കെയാണ്. അതായത് ആൻഡ്രോയിഡ് ഫോണിൽ അങ്ങനെ ഒരു നമുക്ക് ബാറ്ററി ലൈഫ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വേണേൽ നമുക്ക് ബാറ്ററി ലൈഫ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ബാറ്ററി 20% താഴെ വരുന്നതിന് മുമ്പ് ചാർജ് ചെയ്യുകയും ഒരു 90% ആകുമ്പോൾ ചാർജർ എന്തായാലും അൺപ്ലഗ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററി ലൈഫ് നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന ചാർജർ ഒറിജിനലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. അതായത് നമ്മൾ ഐഫോണാണ് ഉപയോഗിക്കുന്നത്, ഐഫോണിൻ്റെ അഡാപ്റ്ററും ഐഫോണിൻ്റെ കേബിളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ അഡാപ്റ്ററും സാംസങ്ങിൻ്റെ കേബിളും മാത്രം ഉപയോഗിക്കാം. ഇങ്ങനെ ഒറിജിനൽ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററി ലൈഫ് ഒന്നുകൂടെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ മൾട്ടിപിന്നിൻ്റെ ഉപയോഗവും പവർ ബാങ്കിൻ്റെ ഉപയോഗമൊക്കെ നമ്മുടെ ബാറ്ററി ലൈഫ് ഡാമേജ് ആക്കുന്നതാണ്. നമ്മൾ മൾട്ടിപിൻ ഉപയോഗിക്കാതിരിക്കുക, പവർ ബാങ്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധാരാളം ആളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.